റഷ്യ ഉക്രൈനും തമ്മിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ധാരണയിലെത്തിയതായി റിപ്പോർട്ട്. കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായി റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും കരാറിലെത്തിയതായി വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചു. ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും ആക്രമിക്കില്ലെന്ന് ഉക്രൈനും റഷ്യയും തീരുമാനത്തിലെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയാണ് നിലവിൽ വിജയം കണ്ടിരിക്കുന്നത്. ഉക്രൈനിന് കരിങ്കടൽ വഴി ധാന്യ കയറ്റുമതിക്ക് തടസ്സമില്ലെന്നും ധാരണയായിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളുടെയും സമാന്തര പ്രസ്താവനയിൽ സുരക്ഷിത നാവിഗേഷൻ ഉറപ്പാക്കാനും ബലപ്രയോഗം ഒഴിവാക്കാനും കരിങ്കടലിൽ സൈനികാവശ്യങ്ങൾക്കായി വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്നത് തടയാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. സൗദി അറേബ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല എന്നും ധാരണയിലുണ്ട്. കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനായി യുഎസിനെ ആശ്രയിക്കുമെന്ന് റഷ്യയും ഉക്രൈനും വ്യക്തമാക്കി. ഇതോടെ 2023 ആരംഭിച്ച യുദ്ധത്തിന് ഒരറുതി വരികയാണ്. റഷ്യ കരാർ ലംഘിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾ യുഎസിനോട് ആയുധങ്ങൾ ആവശ്യപ്പെടുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കരാറിൽ യുഎസിന്റെ വ്യക്തവും ശക്തവുമായ ഉറപ്പുണ്ടാകണമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും പ്രതികരിച്ചു. കരിങ്കടലിൽ റഷ്യയുടെ ആക്രമണം ഉണ്ടായാൽ ഉക്രൈന് സ്വയം പ്രതിരോധിക്കാനുള്ള പൂർണ്ണ അവകാശം ഉണ്ടായിരിക്കുമെന്നും ഉക്രൈൻ പ്രതിരോധ മന്ത്രി റെസ്റ്റം ഉമേറോവും വ്യക്തമാക്കി. നേരത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ റഷ്യ തള്ളിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം ഉക്രൈൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ട്രംപും സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ കോളുകളിലൂടെ കരാർ സംബന്ധിച്ച ഒന്നിലധികം തവണ ചർച്ച നടത്തിയിരുന്നു. നിലവിൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ കാർഷിക വളം കയറ്റുമതി ലോക വിപണിയിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര ഇൻഷുറൻസ് ചെലവുകൾ കുറയ്ക്കുന്നതിനും അത്തരം ഇടപാടുകൾക്കായി തുറമുഖങ്ങളിലേക്കും പേയ്മെന്റ് സംവിധാനങ്ങളിലേക്കുമുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകുമെന്നും യുഎസ് അറിയിച്ചു. അതേസമയം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കിടെ നിർണായകമായ ധാതു കരാറിൽ യുഎസും ഉക്രൈനും ധാരണയിലെത്തിയിരുന്നു. പിന്നീട് ഈ തീരുമാനത്തിൽ നിന്ന് സെലൻസ്കി പിന്മാറിയെങ്കിലും ഉക്രൈന്റെ നിലനിൽപ്പ് കണക്കിലെടുത്ത് അദ്ദേഹം പ്രസ്തുത തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ട്രംപിനും യുഎസിനും ഒപ്പം നിന്നുകൊണ്ട് യുദ്ധവിശ്രമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്ന് സെലൻസ്കി തുടർന്ന് പ്രഖ്യാപിച്ചിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ യുദ്ധത്തിൽ കരിങ്കടൽ നിർണായക പങ്ക് വഹിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ, വ്യാപാരം, ആഗോള സുരക്ഷ എന്നിവയെ ബാധിക്കുകയും ചെയ്തു. സംഘടനത്തിന്റെ തുടക്കത്തിൽ ഉക്രൈനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കാൻ റഷ്യ അതിന്റെ കരിങ്കടൽ കപ്പലിനെ ഉപയോഗിച്ചു. ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമത്തിൽ സുപ്രധാന കയറ്റുമതി വെട്ടിക്കുറച്ചു. മറുപടിയായി ഉക്രൈൻ റഷ്യ യുദ്ധക്കപ്പലുകൾക്കും താവളങ്ങൾക്കും നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് റഷ്യ അതിന്റെ നാവികശക്തിയുടെ ഭൂരിഭാഗവും നിലയുറപ്പിച്ച ക്രീമിയയിൽ. ഈ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യ അതിന്റെ പല കപ്പലുകളും സെവോസ്റ്റോപോളിൽ നിന്ന് നോവോറോസിക്സ് പോലുള്ള സുരക്ഷിത തുറമുഖങ്ങളിലേക്ക് മാറ്റി. നേരത്തെ തന്നെ ചർച്ചയിൽ ഉക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരുന്നു. ഉക്രൈൻ സമ്മതിച്ചതിന് പിന്നാലെ യുഎസ് പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഉക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 30 ദിവസത്തേക്ക് നിർത്തിവെക്കാമെന്ന് റഷ്യ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.